ടൂറിസം പാർപ്പിട മേഖലകൾ ഊന്നൽ നൽകി കുമളി പഞ്ചായത്ത് ബജറ്റ് കേരളത്തിന്റെ ടൂറിസം കവാടമായി കുമളിയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെയ്ദ ഷക്കീലയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2026-27 വർഷത്തെ ആകെ ബഡ്ജറ്റ് അടങ്കൽ മുൻപാക്കി ഉൾപ്പെടെ 71,27,28,386 രൂപയാണ് ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ആകെ ചിലവ് 55,67,50,000 രൂപയും നീക്കി ബാക്കി 15,12,71,386 രൂപയുമാണ്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡ് രാജ്യാന്തര നിലവാരത്തിലുള്ള ബസ് ടെർമിനലാക്കുന്നതിന് 5 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ബസ് ടെർമിനലിനോട് ചേർന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്, ഡോർമെട്രി, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയുണ്ടാകും. ഫുഡ് സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ് എന്നിങ്ങനെ സംവിധാനങ്ങളും ഒരുക്കും. ഇതുകൂടാതെ ഒട്ടകത്തലമേട്, ചെങ്കരക്കുരിശുമല, മിറാക്കിൾ മൗണ്ട് എന്നിവയെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ടും രൂപം കൊടുക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ സിപ്ലൈൻ പാർക്കുകൾ എന്നിവയും ബഡ്ജറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. പ്രകൃതി രമണീയത, കാലാവസ്ഥ എന്നിവ കൊണ്ട് നമ്മുടെ നാട് അനുഗ്രഹീതമാണ്. എങ്കിലും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹികമായ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശബരിമല ഇടത്താവളം കൂടിയാണ് നമ്മുടെ കുമളി. അതുകൊണ്ട് തന്നെ കുമളിയിലെ മാറ്റം കേരളത്തിന്റെ മാറ്റമാണ്. ഈ മാറ്റത്തിനായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണം, തെരുവ് വിളക്കുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. കുമളി ടൗൺ സന്തുലവൽക്കരണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 2 ലക്ഷം രൂപയും പദ്ധതിയുടെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പാർപ്പിട മേഖലയ്ക്ക് 4 കോടി രൂപ വകയിരുത്തിയപ്പോൾ കാർഷിക മേഖലയ്ക്ക് 2,56 ലക്ഷം രൂപ വകയിരുത്തി. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 2,4 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും തുക വകയിരുത്തി. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമെ മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.